ഇന്ന് നമുക്ക് ഒരു ബീഫ് സ്റ്റൂ ഒന്നുണ്ടാക്കി നോക്കിയാലോ. ഞാൻ അതിനുവേണ്ടി 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം കുക്കറിൽ വെച്ച് 4-5 വിസിൽ കിട്ടുന്നുണ്ട് വരെ. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് വേവും. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ബീഫ് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പാൻ അടുപ്പ് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 2-3 ചെറിയ കറുവപ്പട്ടയുടെ പൊടി, അതുപോലെ 3-4 ഗ്രാമ്പൂ, 2 ഏലക്കായും 1 ബേ ലീഫും എല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 10 വെളുത്തുള്ളി, 2 തുണ്ട് ചെറിയ 2 തുണ്ട് ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നീളത്തിൽ കട്ടി കുറഞ്ഞരിഞ്ഞ് 2 സവാള, മീഡിയം സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം. ഒരു 3-4 കറിവേപ്പിലയുടെ 2 തണ്ട് കറിവേപ്പില മതി. 2 തണ്ട് കറിവേപ്പിലയോടെ ഇട്ട് നമുക്കൊന്ന് ആ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇളക്കിയതിന് ശേഷം ഇടയ്ക്കൊന്ന് അടച്ച് വെച്ചുകൊണ്ട് വേവിക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഉള്ളി ഒന്ന് അവിഞ്ഞ് വരും, നല്ലൊന്ന് മയമായിട്ട് വരും. ഇടയ്ക്ക് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് ഉള്ളി ഏകദേശം വഴന്നു വരും. എന്നിട്ട് നമുക്ക് അടപ്പ് തുറന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 2 ഉരുളക്കിഴങ്ങ്, മീഡിയം ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ ക്യാരറ്റും അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് രണ്ടും ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന പാല്, ഞാൻ അരമുറി തേങ്ങ പിഴിഞ്ഞെടുത്താണ്. അതിൽ ഇത് 2-ാം പാലാണ്. ഇത് ഏകദേശം 2 കപ്പുണ്ട്. ആ 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അടപ്പ് തുറന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കുക. എന്നിട്ട് വീണ്ടും ഒരു 10-15 മിനിറ്റ് കൂടെ നമ്മളിത് അടച്ച് വെച്ച് വേവിക്കണം. കാരണം ഉരുളക്കിഴങ്ങ് പകുതിയേ വെന്തിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്ന് വെന്ത് വരും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടപ്പ് തുറന്നു. ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, ചേർന്നിട്ടുണ്ട്. ഞാൻ ഒരു 3/4 കപ്പ് തനിപ്പാൽ എടുത്തിട്ടുണ്ട്, 1-ാം പാൽ. അതിട്ട് ഇളക്കിയെടുക്കുക. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനേരം ഇച്ചേക്കരുത്, തിളയ്ക്കരുത്, ഇളക്കിക്കൊണ്ടിരിക്കുക. വാങ്ങാറായപ്പോഴത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വാങ്ങി വെക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.